കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൊറിയർ വാങ്ങാൻ പോയ കഥ പറഞ്ഞിട്ടില്ലേനു. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്യുന്നത് മുതൽ ഇവരതിന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നത് നല്ല സന്തോഷവും നല്ല എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. പക്ഷെ ഇവരതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ചെയ്തൊരു അബദ്ധം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം കൊറിയർ ഓഫീസിൽ എത്തിയെന്ന് പറഞ്ഞിട്ടും ഇതെനിക്ക് പോയിട്ട് വാങ്ങാനോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലേനി. അതെന്തുകൊണ്ടാന്നല്ലേ, രണ്ടെണ്ണം തന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഇതിൽ നെയിം ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. അവരെനിക്ക് സെൻഡ് ചെയ്തെന്ന ഫോർമാറ്റിൽ ഞാൻ അതേ കോപ്പി പേസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. വാലറ്റിലുള്ള കളറും ഇതിലുള്ള ഫോട്ടോയും സെയിം ആയതുകൊണ്ട് തന്നെ അത് നേരെ കോപ്പി ചെയ്തിട്ട് ചാമിൻ്റെ നമ്പറും മാത്രം ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. നെയിം ചേഞ്ച് ചെയ്യാൻ അതിൽ വിട്ടുപോയി. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പണി കിട്ടിയത്. എന്തെന്നായാലും ഈ വാലറ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാലറ്റാണ്. ആർട്ട് ബൈ നാഫി എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു നമ്മൾ ആദ്യം അവിടെ നിന്ന് അത് ഷിപ്പ് ചെയ്യാൻ വേണം. റീമേക്ക് ചെയ്യുന്ന അതിൻ്റെ ചാർജും പിന്നെ അത് വീണ്ടും ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യുന്നതിൻ്റെ ചാർജും എക്സ്ട്രാ വരും എന്നാണ്. പിന്നെ ഞാനതിൻ്റെ നെയിം ടാഗ് ഒഴിവാക്കിയിട്ടാണ് പിന്നെ അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ.